കുതിരവട്ട പപ്പു, ചിരിയുടെ മാലപ്പടകം. മൺമറഞ്ഞിട്ട് ഇന്നേക്ക് 22 വർഷം. നോക്കാം വിശദമായി. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ എന്ന് താൻ എന്നോട് ചോദിക്ക്. എന്നിട്ട് തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. ടാസ്കി വിളിയടാ. എത്ര ആവർത്തിച്ച് കേട്ടാലും മടുക്കാത്ത ഡയലോഗ്. കാലം എത്ര കഴിഞ്ഞാലും കുതിരവട്ട പപ്പു എന്ന പ്രതിഭം പറഞ്ഞു വെച്ച് ഇത്തരം സംഭാഷണങ്ങൾ മലയാളികളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു. മലയാളി ഒരിക്കലും മറക്കാത്ത നിരവധിയേറെ ഡയലോഗുകൾ പപ്പുവിൻ്റെ സംഭാവനയാണ്. തിരക്കഥയിൽ സ്വാഭാവികമായി പറഞ്ഞു പോകുന്ന ചില ഡയലോഗുകൾ വേറിട്ട സംസാര ശൈലിയിലൂടെ അദ്ദേഹം അനശ്വരമാക്കി. വെള്ളാനകളുടെ നാട്ടിലെ താമരശ്ശേരി ചുരം എന്ന് തുടങ്ങുന്ന ഡയലോഗും മണിച്ചിത്രത്താഴിലെ വട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന കാട്ടുപറമ്പനെയും സിനിമാ പ്രേമികൾക്ക് ഇന്നും പ്രിയങ്കരമാണ്. പത്മദളാശൻ എന്നായിരുന്നു നടന്റെ ആദ്യ പേര്. കുട്ടിക്കാലത്തെ നാടകാഭിനയത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച പത്മദളാശന്റെ ആദ്യത്തെ മികച്ച നാടക പ്രകടനം 17-ാം വയസ്സിലായിരുന്നു. പിന്നീട് കോഴിക്കോട്ടെ നാടകത്തിന്റെ നട്ടെല്ലുകളിൽ ഒരാളായി പത്മദളാശൻ വളർന്നു. കുഞ്ഞാണ്ടി, തീക്കോടിയൻ, നെല്ലിക്കോട് ഭാസ്കരൻ, KT മുഹമ്മദ് എന്നിവരുടെ ടീമിൽ സജീവമായിരുന്നു അദ്ദേഹം. 1000-ഓളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മൂടുപടം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സിനിമയിലെത്തി. ഭാർഗവി നിലയത്തിലെ കുതിരവട്ട പപ്പു എന്ന കഥാപാത്രത്തിന്റെ പേര് നൽകിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത താരമായി കുതിരവട്ട പപ്പു വളർന്നു. കോഴിക്കോടൻ സ്ലാങ്ങിലുള്ള സംഭാഷണ രീതിയും പ്രത്യേക ശാരീരിക ഭാഷയും കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ പപ്പു 3 പതിറ്റാണ്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. ഹാസ്യനടനത്തിന്റെ പപ്പു സ്റ്റൈൽ ഇന്നും വേറിട്ട് നിൽക്കുന്നു. ഹാസ്യതാരമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും നാടകം സമ്മാനിച്ച അഭിനയ മികവ് പുറത്തെടുക്കാൻ ചില ക്യാരക്ടർ വേഷങ്ങൾ പപ്പുവിനെ തേടി വന്നിരുന്നു. ദി കിങ്ങിലെ സ്വതന്ത്ര സമര സേനാനിയുടെ വേഷം ഈ നടന്റെ അഭിനയത്തിന്റെ മറ്റൊരു തലമാണ് പ്രേക്ഷകർക്ക് കാണിച്ചു തന്നത്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹമായിരുന്നു അവസാനം അഭിനയിച്ച ചിത്രം. ആൾക്കൂട്ടത്തിൽ തനിയെ, അങ്ങാടി കാണാക്കിനാവ്, ഏതോ തീരം, ചെമ്പരത്തി, അവളുടെ രാവുകൾ, മണിച്ചിത്രത്താഴ്, ചാകര, ഹൈംസ, TP ബാലഗോപാലൻ MA, തേന്മാവിൻ കൊമ്പത്ത്, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, അടിയൊഴുക്കുകൾ, 1921, ചന്ദ്രലേഖ, ഏയോട്ടോ, വിയറ്റ്നാം കോളനി, മിഥ്യ, മിന്നാരം തുടങ്ങിയ ചിത്രങ്ങളിൽ പപ്പു എന്ന കലാകാരൻ നിറഞ്ഞു നിന്നു. ഈ അതുല്യ പ്രതിഭ കലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് ഇന്ന് 22 വർഷമാകുന്നു. മലയാളിയെ ചിരിപ്പിച്ചു കരയിച്ചു പപ്പു ജീവൻ പകർന്ന കഥാപാത്രങ്ങൾ കലാതീതമായി നിലനിൽക്കുകയാണ്, പകരം വെക്കാനില്ലാത്ത ഓർമ്മകളായി.